യിരെമ്യാവ് 15:20. നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഓരോ ദിവസവും വിശ്വസ്തനായ ദൈവം നമ്മോട് കൂടെയിരുന്ന് നമ്മെ അത്ഭുതകരമായി വഴി നടത്തുന്നു. കൊടുങ്കാറ്റിന് സമമായ വിഷയങ്ങൾ, തീച്ചുള പോലെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇന്നും നാം ജീവനോടെ ഭൂമിയിൽ ശേഷിക്കുന്നു. ദൈവകൃപയാണത്. ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട് എന്ന് വചനം നമ്മെ ഉറപ്പിക്കുന്നു. രക്ഷയില്ലാതെ കെട്ടപ്പെട്ടും ചുറ്റപ്പെട്ടുമൊക്കെ കിടക്കുന്ന അവസ്ഥകളിൽ നിന്ന് യേശു നമ്മെ രക്ഷിക്കും. വിടുതലില്ലാതെ ഇരിക്കുന്ന വിഷയങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് വിടുവിക്കുമെന്ന് വചനം നമ്മോട് പറയുകയാണ്. നമ്മെ പിന്നെയും പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവുകയില്ല ഈ ദൈവം. നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് ധൈര്യം പകർന്ന് നമ്മെ വഴി നടത്തും. ഈ ദൈവ സാന്നിധ്യത്തെ ഒരു നിമിഷം പോലും കൈവിട്ട് കളയാതെ നമുക്ക് യേശുവിനോട് കൂടെ ജീവിക്കാം. എബ്രായർ 13:6. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യർ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. പലപ്പോഴും നമുക്ക് പ്രയാസങ്ങൾ കൊണ്ടുവരുന്നത് മറ്റു മനുഷ്യർ തന്നെയാണ്. വാക്കുകൾ കൊണ്ടും ചതിച്ചും വഞ്ചിച്ചുമൊക്കെ നമ്മെ ദൈവസ്നേഹത്തിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്ന് പോലും അകറ്റുന്നതും പലപ്പോഴും മനുഷ്യരുടെ പ്രവൃത്തികളാണ്. എന്നാൽ രക്ഷിക്കാനായും വിടുവിക്കാനായും യേശു നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്ക് ധൈര്യമായി മറ്റു മനുഷ്യരെ നേരിടുവാൻ സാധിക്കും. കായികമായിട്ടല്ല, ആത്മീകമായി. ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് നമ്മോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ യേശുവിൻ്റെ കൂടെ നമുക്കും ആയിരിക്കാം. ദ്രോഹിക്കുന്നവരെ യേശു നേരിട്ട് കൊള്ളും. നമുക്ക് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കുമെന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.